ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ വായിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് 1% വെച്ചിട്ട് ലൈഫിൽ നന്നാകാൻ സാധിക്കുംന്ന്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 1% വെച്ചിട്ട് നന്നാകാനുള്ള ഒരു ശ്രമം നടത്തിയാൽ പോലും നമ്മളൊരു 1 മാസം കൊണ്ട് ഒരു 37% അല്ലെങ്കിൽ 30% ആയിരിക്കും നന്നാവുന്നത്. അപ്പോൾ ഈ നമുക്ക് കേൾക്കുമ്പോൾ അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ തുടക്കത്തിൽ നമുക്ക് തോന്നും, ഏയ് ഇത് 1% നന്നായത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഗുണമുണ്ട്. ഞാനത് വായിച്ചിട്ട് ആ പുസ്തകം വായിച്ചിട്ട് ഞാനത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ടായിരുന്നു. ആ പുസ്തകം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത ഒരു സംഭവമാണ് ഈ പറയുന്ന 1% അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന എഡ്യൂടെക്കിൻ്റെ സിഇഒ ആണ്. എനിക്ക് അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ പഠിപ്പീര് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽസുകളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഒരു കുഞ്ഞുണ്ട്, കുക്കിംഗ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും എനിക്ക് എൻ്റെ പുസ്തകം 1.5 മാസം കൊണ്ട് എഴുതി തീർക്കാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു 1% ഹാബിറ്റാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് കൃത്യമായിട്ടൊരു ടൈം വേണം. ഏത് സമയത്താണ് ഞാനത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ഡേ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു 4 മണിക്കൊക്കെ എണീക്കുമായിരുന്നു. 4 മണി തൊട്ട് 4:30 വരെ കറക്റ്റ് ഈ പിന്നെ ഫോണിലൊക്കെ പിന്നെ നോൺ ഡിസ്റ്റർബൻസ് മോഡൊക്കെ ഇട്ടിട്ട് ഞാൻ ആ 4 തൊട്ട് 4:30 മണി വരെ കൃത്യമായിട്ട് എഴുതുമായിരുന്നു. 4:30 കഴിയുമ്പോൾ ഞാൻ നിർത്തും അത്. നിർത്തിയിട്ട് ഞാൻ പിന്നെ എൻ്റെ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ പോകും. അങ്ങനെ ഒരു ടൈം ടൈം ഞാൻ കീപ്പ് ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ അത്ര എഴുതാനൊന്നും പറ്റിയില്ല. തുടക്കത്തിൽ 1 പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫ് അത്രയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കൂടുതൽ എഴുതാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ എഴുതാൻ സാധിച്ചു എന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എഴുതി തീർക്കാനുള്ള ഒരു ആവേശം വന്നു. ശരിക്കും അതാണ് എൻ്റെ ഒരു പിന്നിലെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മാജിക് എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യം സാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു തോട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഹാബിറ്റ് ലൂപ്പ്. ഹാബിറ്റ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ് ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതുന്ന സമയത്ത് ഒരു ബോട്ടിൽ വെള്ളം വയ്ക്കാം. ഞാൻ എഴുതി തീരുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും വെള്ളം കുടിച്ച് തീർക്കും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹാബിറ്റിനെ ഇതിൻ്റെ കൂടെ കൂട്ടിക്കെട്ടാം. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു കൺസിസ്റ്റൻസിയിൽ എത്താൻ പറ്റും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ 1.5 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 200 പേജ് എൻ്റെ ബുക്കിലുണ്ട്. ആ 200 പേജുള്ള ബുക്കും എഴുതി തീർത്തത് ഈ ഒരു 1% അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന തിയറി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് എനിക്ക് ജെയിംസ് ക്ലിയറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്.